വൈപ്പിൻ വാച്ചാക്കലിൽ ഭാര്യയെ കൊലപ്പെടുത്തിയതായി ഭർത്താവിന്റെ കുറ്റസമ്മതം. സജീവൻ എന്നയാളാണ് കുറ്റസമ്മതം നടത്തിയത്. 3 മാസമായി ഇയാളുടെ ഭാര്യയെ രമ്യയെ കാണാനില്ലായിരുന്നു. വിവരങ്ങളുമായി അശ്വതി ചേരുന്നു. അശ്വതി, എന്താണ് ഈ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് അറിയിക്കുന്നത്? ഫിജി, ഇപ്പോൾ പോലീസ് ഔദ്യോഗികമായി ഇതിൽ വിശദീകരണം നൽകിയിട്ടില്ല. എങ്കിലും സംഭവം ഇങ്ങനെയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് രമ്യ എന്ന് പറയുന്ന യുവതി ഈ സജീവന്റെ ഭാര്യയെ കാണാനില്ലായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സജീവൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയും അവസാനം ഭർത്താവിലേക്ക് ഈ അന്വേഷണം നീളുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഭർത്താവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കൊലപാതക വിവരങ്ങൾ പുറത്തു വരുന്നത്. ഭർത്താവാണ് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ വീടിന് അടുത്തുള്ള പ്രദേശത്ത് ഈ ഭാര്യയുടെ മൃതദേഹം കുഴിച്ചിട്ടതായിട്ടാണ് അറിയാൻ സാധിച്ചത്. അവിടെ ഇപ്പോൾ തിരച്ചിൽ നടക്കുകയാണ്. ഈ മൃതദേഹത്തിന്റെ ചില അവശിഷ്ടങ്ങൾ, എല്ലും കഷ്ണം ഒക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും പുതിയ വിവരം ഈ വിഷയത്തിലുള്ളത്. മൃതദേഹ അവശിഷ്ടങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു. ഇനി അത് പൂർണ്ണമായും അതിന്റെ ഈ കുഴിച്ചിട്ട മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസും അന്വേഷണ സംഘം മൊത്തത്തിൽ ഇവിടെ സ്ഥലത്തുണ്ട്. എന്തായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തിയത്. പോലീസിന് ഇതിൽ നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു ഈ കേസിൽ. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൊലപാതകം നടത്തി എന്ന് മനസ്സിലാകുന്നത്. അയൽവാസികളോടൊക്കെ തന്നെ നമ്മൾ ഈ വിഷയത്തെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അയൽവാസികൾ പറയുന്നത് ഇവർ തമ്മിൽ ചെറിയ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള ചെറിയ വഴക്കുകൾ, പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയ ബഹളങ്ങളോ വിഷയങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് അയൽവാസികളൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. നാട്ടുകാരൊക്കെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. അയൽവാസികളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സജീവൻ എല്ലാവരുമായും വളരെയധികം ഇടപെടുന്ന ആളായിരുന്നു എന്നും അയൽവാസികൾ പറയുന്നുണ്ട്. നാട്ടുകാരായിട്ടൊക്കെ വലിയ സൗഹൃദം സ്ഥാപിച്ചിരുന്ന ആള് തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലൊരു കൊലപാതകം എന്ന വാർത്ത വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ഇതിന്റെ യഥാർത്ഥ വിഷയം എന്താണെന്നുള്ള കാര്യം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അത് അന്വേഷണ സംഘം അതിന്റെ അനുമാനങ്ങളിലേക്ക് എത്തുന്നതേയുള്ളൂ. എന്തായാലും മൃതദേഹം കണ്ടെത്തുക എന്നതാണ് ഇതിന്റെ ആദ്യ ഘട്ടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാച്ചാക്കലിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. വൈപ്പിൻ വാച്ചാക്കലിൽ. ഇതിൽ ഞാറയ്ക്കൽ സ്വദേശിയായിട്ടുള്ള രമ്യയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ രമ്യ കാണാതായിട്ട് 1.5 വർഷമായി എന്ന് പറയുന്നുണ്ട്. അതും ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഭാര്യയെ കൊന്ന് കുഴിച്ചു മൂടിയതാണെന്ന് ഭർത്താവ് പോലീസിനോട് കൺഫ്യൂസ് ചെയ്യുകയായിരുന്നുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ നടപടിക്രമങ്ങളും അതുപോലെ തന്നെ മൃതദേഹത്തിനായുള്ള തിരച്ചിൽ നടപടികളും എല്ലാം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഫിജി. ശരി അശ്വതി, കൊച്ചിയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയതായി ഭർത്താവിന്റെ കുറ്റസമ്മതം.